വിറ്റ്നസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു. നോമ്പുകാലത്ത് സഭ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും വഴി ഈശോയിലേക്കൊരു മടങ്ങിപ്പോക്കാണ്. ഒരു വർഷത്തിൽ 365 ദിവസമുള്ളതിൽ കുറച്ച് ദിവസങ്ങൾ സഭ അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ മക്കളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മടങ്ങി വരൂ കർത്താവിലേക്ക്. കൂടുതൽ പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷവും കർത്താവിനോട് ചേർന്ന് തീരുമാനമെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുവാനായിട്ടാണ് ഈ നോമ്പുകാലം സഭ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത് സക്കേവൂസ് എന്ന ചുങ്കക്കാരനെ കുറിച്ചാണ്. സക്കേവൂസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലെടുത്ത ഒരു തീരുമാനത്തെയും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെയും നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ചിലപ്പോൾ ഈ ലോകത്തിന് തന്നെ ഭാവി നിശ്ചയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാളെടുക്കുന്ന ഒരു തീരുമാനത്തിന് അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാത്രമല്ല, അദ്ദേഹത്തോട് ചേർന്ന് ജീവിക്കുന്നവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നതിന് ശക്തമായ ഉദാഹരണമാണ് ഈ സുവിശേഷത്തിലെ സക്കേവൂസിൻ്റെ ജീവിതം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെ ഒരു മൊത്തത്തിലൊരു ആകത്തുകയാണ്. രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെ എത്രയോ തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഉടുപ്പിടണം, ഏത് സ്കൂളിൽ പോകണം, എന്താണ് ചെയ്യേണ്ടത്, എല്ലാം ഏത് ജോലിക്ക് പോകണം, ഇന്ന് പോകണോ, ഇന്ന് പോകണ്ടേ, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണോ വേണ്ടയോ, ഓൺലൈൻ കണ്ടാൽ പോരെ, അച്ഛൻ്റെ പ്രസംഗം കേൾക്കണോ വേണ്ടയോ. ഇങ്ങനെ ഓരോ നിമിഷവും നാം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു തീരുമാനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. സക്കേവൂസിൻ്റെ ജീവിതം ഉചിതമായ നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളുമായി സക്കേവൂസിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ എന്നറിയുന്നത് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ റോമാ ചക്രവർത്തിക്ക് വേണ്ടി പണിയെടുക്കുന്നയാൾ, യഹൂദരുടെ വിരോധി, യഹൂദരെ അടിച്ചമർത്തുന്നവൻ, യഹൂദരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നവൻ, യഹൂദരിൽ നിന്ന് പണം പിടിച്ചു മേടിക്കുന്നവൻ. ചക്രവർത്തി 5% നികുതി പറയുന്നതെങ്കിൽ സക്കേവൂസ് ആളിൽ നിന്ന് 10% പിരിക്കും. ഇങ്ങനെ തട്ടിപ്പറിക്കുന്നത് കൊണ്ട് അയാൾ ധനികനാണ്. റോമാ ചക്രവർത്തിന് ആളായതുകൊണ്ട് നല്ല സ്വാധീനവും ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ജീവിതത്തിൽ സംതൃപ്തനായിരുന്നില്ല. അത് നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ. ജീവിതത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞാൻ ഒന്നുമല്ലാത്തവനാണെന്ന് അയാൾക്ക് തോന്നും. തൻ്റെ പ്രവൃത്തികളിൽ എവിടേക്കോ തെറ്റുകളില്ലേ എന്നൊരു ചിന്ത അയാളെ ഉറക്കം കെടുത്തിയിരുന്നു. താൻ തട്ടിപ്പറിക്കുന്നത് കൊണ്ട് അനേകരുടെ കണ്ണീരും ശാപവും തൻ്റെ ജീവിതത്തിൻ്റെ മേലില്ലേ എന്ന് അയാൾ പലവട്ടം തന്നോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നിരിക്കാം. സാധാരണ മനുഷ്യർക്ക് തന്നെ ഇഷ്ടമല്ലെന്നും തന്നോട് വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉണ്ടായുള്ളൂ അയാൾ ചിന്തിച്ചിരുന്നു. ഈ ചിന്തകൾ ചിലപ്പോഴൊക്കെ അയാളെ ഒരു ഭ്രാന്തനെ പോലെ ആക്കിയിട്ടുണ്ടാകും. സമ്പത്തുണ്ടായിട്ട് മാത്രം എന്ത് കാര്യം എന്നയാളുടെ മനസ്സാക്ഷി അയാളോട് ചോദിച്ചുകൊണ്ടിരുന്നു. ശരിയാണ്, അയാൾ എപ്പോഴും ഇങ്ങനെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും കൂടുതൽ പണം കൈക്കലാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ പണം അയാൾക്കത് ഉപകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു മനസ്സാക്ഷി കുത്ത് അയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നിരിക്കാം. നമുക്ക് എന്തുണ്ട് എന്നതിനേക്കാൾ നാം ആരാണെന്നതാണ് പ്രധാനപ്പെട്ടത്. നാം എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നാം എന്ന് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് നാം പ്രിയപ്പെട്ടവരെ. അവിടെ ചെല്ലുമ്പോൾ ക്രൈസ്തവരായ നമ്മോട് ഒരു ചോദ്യമേ ചോദിക്കൂ, ഈ ചെറിയവർക്ക് നീ എന്താണ് ചെയ്തത്? പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ സുഹൃത്തം നിറഞ്ഞ ജീവിതമല്ലാതെ മറ്റൊന്നിനും സ്വർഗത്തിൽ വേണ്ട, സ്വർഗത്തിനും വേണ്ട. ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ഈ ചിന്തകൾ നമ്മെ അലട്ടും. അപ്പോഴാണ് നാം ദൈവത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം നമ്മുടെ ഉള്ളിലുള്ള ദൈവാംശത്തെ അന്വേഷിക്കുന്നത്. സക്കേവൂസും ഇങ്ങനൊരവസ്ഥയിലായി. അയാൾ തന്നോട് തന്നെ ഒരു 100 വട്ടം പറഞ്ഞു കാണും, എനിക്ക് ഈശോയെ ഒന്ന് കാണണം, ഞാൻ കേട്ടിട്ടുണ്ട് ആ മനുഷ്യനെ നിന്നെ രക്ഷിക്കാൻ സാധിക്കും, എന്നെ രക്ഷിക്കാൻ സാധിക്കും. ആ ആഗ്രഹത്തിൻ്റെ അവസാനമാണ് ഈശോ അയാളുടെ വീട്ടിൽ വിരുന്നിനെത്തുന്നത്. ജീവിതത്തിൻ്റെ ഏതോ ഒരു ഭാഗ്യപ്പെട്ട നിമിഷത്തിലെന്ന് ഞാൻ പറയും അയാൾ ആ തീരുമാനത്തിലെത്തുന്നതും. അതുകൊണ്ടല്ലേ ആളുകൾ ഒത്തിരിയേറെ കൂടിയിരുന്നിട്ടും അതിൽ തൻ്റെ ശത്രുക്കൾ, താൻ പണം പിടിച്ചു വാങ്ങിയ തൻ്റെ ശത്രുക്കൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും, കുടുംബാംഗങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും സക്കേവൂസിന് തന്റെ തീരുമാനം ഉറക്കെ വിളിച്ചു പറയാൻ സാധിച്ചത്.
ജനത്തിൻ്റെ പിറുപിറുപ്പുകൾ ഒഴിച്ചാൽ അവിടെ ശാന്തമായിരുന്നു. അയാൾ ഒരു നിമിഷം ദീർഘമായിട്ടൊന്ന് ശ്വാസോച്ഛ്വാസം ചെയ്തു കാണണം. ആ നിമിഷം ദൈവകൃപ അയാളിൽ നിറഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് അയാൾ ചാടി എഴുന്നേറ്റിട്ടുണ്ടാകും. മറ്റൊന്നും ചിന്തിക്കാതെ അയാൾ ഉറക്കത്തന്നെ തീരുമാനം പറഞ്ഞു, കർത്താവേ, ഞാനിതാ ഒരു നല്ല മനുഷ്യനാകാൻ തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മകനാകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. സ്നേഹമുള്ളവരെ, ഈ തീരുമാനത്തിൻ്റെ വിശുദ്ധി എന്താണെന്നറിയാൻ ക്രിസ്തുവിൻ്റെ പ്രതികരണം എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. അതൊന്ന് കേൾക്കണം. ഈ തീരുമാനത്തിൻ്റെ റീച്ച് അറിയണമെങ്കിൽ ഈശോ എന്താണ് പറയുന്നത് നാം അറിയണം. ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സക്കേവൂസ് ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, തന്നിലുള്ള ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും രക്ഷയായി തീർന്നു. ഓർമ്മിക്കുക, ഈശോ പറയുന്നു, ഈ ഭവനം ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സക്കേവൂസ് മാത്രമല്ല, അയാളുടെ കുടുംബം, അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളും, അയാളുടെ ആ സമൂഹത്തിനും കൂടെ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ് അയാളെടുത്ത ഒരു തീരുമാനം വഴി. ഈശോ വീണ്ടും പറയുന്നു, ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. സക്കേവൂസിൻ്റെ ജീവിതത്തിൻ്റെ അലകും പിടിയും മാറുകയാണ്. അതുവരെ അയാളുടെ ഐഡന്റിറ്റി എന്തായിരുന്നു? വെറും ഒരു സക്കേവൂസ്, ജെറീക്കോയിലുള്ള ഒരു മനുഷ്യൻ, ടാക്സ് കളക്ടർ. ദൈവത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അയാളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം തന്നെ മാറുകയാണ്. ഈശോ പറയുന്നു, അയാൾ അബ്രഹാത്തിൻ്റെ പുത്രനാകുകയാണ്, വാഗ്ദാനത്തിൻ്റെ പുത്രൻ. അബ്രഹാം വാഗ്ദാനങ്ങൾ വിശ്വസിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആ അബ്രഹാത്തിൻ്റെ മകനായിട്ട് സക്കേവൂസിനെ കൂടെ ചേർത്ത് വെക്കുകയാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാം ക്രൈസ്തവര് ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത്? ദൈവത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാകണം നമ്മുടെ തീരുമാനങ്ങൾ. അല്ലാതെ എവിടെയെങ്കിലും കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴോ, വെറുതെ ആൾക്കാരുമായിട്ട് വാചകമടിച്ചിരിക്കുമ്പോഴോ, ഓഫീസിലിരിക്കുമ്പോഴോ, ദേഷ്യം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ, വെറുപ്പ് നിറഞ്ഞ അവസ്ഥയിലോ, നമ്മൾ ആരോടെങ്കിലും ചൂടായിട്ട് ക്ഷമിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലോ ഒന്നും എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തോട് ചേർന്ന് സക്കേവൂസ് എടുത്ത പോലെ ദൈവത്തോട് ചേർന്നുള്ള തീരുമാനം, പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഉചിതവും നല്ലതും വേഗത്തിലുള്ള തീരുമാനം എടുക്കുന്നത് തികച്ചും വെല്ലുവിളിയാണ്. അനിശ്ചിതത്വത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഒരാൾ തീരുമാനമെടുക്കേണ്ടതെങ്കിൽ തളർച്ചയ്ക്കുള്ള സാധ്യതയേറും. ജീവിതം അനിശ്ചിതത്വത്തിലാകുമ്പോൾ അടിയന്തരവും അപൂർണമായ വിവരങ്ങൾ മനുഷ്യ ജീവിത സാഹചര്യങ്ങളെ നിർവചിക്കുമ്പോൾ തീരുമാനത്തെ കാത്തിരിക്കുന്നത് കലങ്ങിമറിയുന്ന തിരമാലകളായിരിക്കും. പക്ഷേ ദൈവപരിപാലനയുടെ സ്നേഹകരങ്ങളെ പിടിച്ചാണ് നമ്മുടെ യാത്രയെങ്കിൽ അബ്രഹാത്തിൻ്റെ ജീവിതത്തിലെ പോലെ, സക്കേവൂസിൻ്റെ ജീവിതത്തിലെ പോലെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമുണ്ടായിരിക്കും. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം കയ്യൊപ്പ് ചാർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.